ഈ വർഷം റിലീസ് ചെയ്ത് ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് പ്രേമലു. ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും വൻ ജനപ്രീതി നേടിയിരുന്നു. അതിലൊരു വേഷമായിരുന്നു അമൽ ഡേവിസ്. നായകനായ സുഹൃത്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചത് സംഗീത് പ്രതാപാണ്. അടുത്തിടെ ഗോട്ടിന്റെ ഗാനം ഇറങ്ങിയപ്പോൾ ഈ കഥാപാത്രം തെന്നിന്ത്യൻ ലെവലിൽ വീണ്ടും ചർച്ചയായിരുന്നു. എന്നാൽ അഭിനേതാവ് മാത്രമല്ല, സംഗീത് മികച്ചൊരു എഡിറ്റർ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സംഗീതിനെ തേടിയെത്തി. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രത്തിനാണ് സംഗീത് പുരസ്കാരത്തിന് അർഹനായത്. എഡിറ്റിംഗിനെ ആഖ്യാനത്തിനുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിനാണ് അവാർഡ് നൽകിയതെന്ന് ജൂറി പറഞ്ഞു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മികച്ച എഡിറ്റിംഗിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സംഗീത് പ്രതാപ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. സംസ്ഥാന പുരസ്കാര വാർത്ത അറിഞ്ഞ് സംഗീതിന്റെ അച്ഛൻ പ്രതാപ് കുമാർ ഓടിവന്നു പറഞ്ഞ വാക്കുകളാണ് സംഗീത് പങ്കുവച്ചിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത 2 നിമിഷങ്ങളിൽ ഒന്നാണിതെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് സംഗീത് കുറിച്ചു. ആദ്യത്തെ നിമിഷം ഛായാഗ്രാഹകനായ ജയനൻ വിൻസെന്റ് തന്റെ ആദ്യ ചിത്രത്തിൽ അസിസ്റ്റ് ചെയ്യാൻ എത്തണമെന്ന് പറഞ്ഞയച്ച ടെലിഗ്രാമായിരുന്നു. അച്ഛൻ പറഞ്ഞതായി സംഗീത് കുറിച്ചു. നടന്മാരായ സൂര്യ, നാനി, വിൽ സ്മിത്ത് തുടങ്ങിയവരുടെ ചില സിനിമകളിലെ വിജയമുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വീഡിയോയ്ക്കൊപ്പമാണ് സംഗീത് വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചത്. അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത 2 നിമിഷങ്ങൾ പങ്കുവച്ചു. ആദ്യത്തേത് 1982 ഓഗസ്റ്റ് 10 തൻ്റെ ആദ്യ ചിത്രമായ അടിയൊഴുക്കുകളിൽ അഭിനയിക്കാൻ ക്ഷണിച്ച് ഗുരുവായ ജയനൻ വിൻസെന്റിൽ നിന്ന് ഒരു ടെലിഗ്രാം ലഭിച്ചപ്പോൾ. രണ്ടാമത്തേത് ഇന്ന് ഓഗസ്റ്റ് 16 ബാങ്കിൽ കാത്തുനിൽക്കുമ്പോൾ ടിവിയിൽ സംഗീത് പ്രതാപ് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന അവാർഡ് നേടി എന്ന് കേട്ടപ്പോഴും. അതുകഴിഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: മതി, എനിക്കിപ്പോൾ തൃപ്തിയായി. ഇന്ന് രാത്രി എനിക്ക് എങ്ങനെ ഉറങ്ങാനാകും? സംഗീത് കുറിച്ചു. നിരവധി ആളുകളാണ് സംഗീതിനെ പ്രശംസിച്ച് എത്തിയത്. മ്യൂസിക്കൽ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലെ സിനിമയിൽ പരീക്ഷണ രീതിയിലുള്ള എഡിറ്റിംഗിനാണ് പുരസ്കാരം. അഭിനയത്തോടൊപ്പം എഡിറ്റിംഗ് രംഗത്തും സജീവമായ സംഗീത് 24 മുതൽ വീണ്ടും സിനിമാ ലൊക്കേഷനുകളിലെത്തും. എഡിറ്റിംഗ് രംഗത്തു നിന്ന് ഇടവേളയെടുത്താണ് അഭിനയിക്കാൻ പോകുന്നത്. ഷൂട്ടിങ്ങിനിടെ പറ്റിയ വാഹനാപകടത്തോടെ ചേറായിലെ വീട്ടിൽ വിശ്രമത്തിലാണ് സംഗീത് ഇപ്പോൾ. എന്തായാലും പ്രേമലു സിനിമയിൽ നായകനൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന ഒരു താരമായി സംഗീത് മാറിയിരുന്നു. അതിലെ അമൽ ഡേവിസ് എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. എഡിറ്റിംഗിനൊപ്പം തന്നെ സിനിമയിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോവുകയാണ് സംഗീത്.